ജാനകി, ദാ ആ കറി അവർക്കങ്ങ് വിളമ്പി കൊടുക്ക്. ശരി അമ്മേ. ജാനകി, ഇങ്ങ് വാ. താനതവിടെ വെച്ചിട്ട് എന്റെ അടുത്ത് വന്നിരിക്കേ. അയ്യോ വേണ്ട രന്തുവേട്ടാ, ഞാൻ ഞാൻ പിന്നെ ഇരുന്ന് കഴിച്ചോളാം. അത് പറഞ്ഞാ പറ്റില്ല. താൻ ഇവിടെ ഇരുന്നേ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. താൻ ഇത്ര നേരമായിട്ടും ഒരു ചായ പോലും കുടിക്കണം ഞാൻ കണ്ടിട്ടില്ല. അനന്തു, അവളും കൂടെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും പിന്നെ ആരാ ഫുഡ് വിളമ്പി കൊടുക്കാൻ നിൽക്കണത്? അവള് പിന്നെ കഴിച്ചോളും, നീ നിർബന്ധിക്കൊന്നും വേണ്ട. അവൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചല്ലേ ശീലം. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇവിടെ ജാനകി ഭക്ഷണം വിളമ്പി കൊടുത്താലേ എല്ലാവരും കഴിക്കത്തുള്ളൂ. ആരുടെയും കൈക്കും കാലിനും ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ. നേരം വെളുക്കുന്നതിന് മുന്നേ അടുക്കളയിൽ കയറി സകലതും വെച്ചുണ്ടാക്കുന്നതും പോരാ, ഇനി അത് വിളമ്പിയും കൂടെ തരണോ? ഇത് വല്ല കഷ്ടം തന്നെയാകട്ടോ. ജാനകി, തന്നോട് ഞാൻ പറഞ്ഞ ഇവിടെ വന്നിരിക്കാൻ. എന്താ ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ? അനന്തുവേട്ടൻ എന്തിനാ അവളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ ഇങ്ങനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവള് വിശക്കുമ്പോ കഴിച്ചോളും. എടി, ആ കറി ഇങ്ങോട്ടേക്ക് ഒഴിച്ചേ. ജാനകി, ഇവിടെ വന്ന് ഇരിക്കാനാ പറഞ്ഞത്. താരയുടെ കൈക്കും കാലിനും വല്ല ഒടുവും ചതവും വല്ലതും ഉണ്ടോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ താരയുടെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ അരുണില്ലേ? പിന്നെ എന്റെ ഭാര്യ എപ്പോ ഊട്ടണോ ഉറക്കണോന്ന് ഞാൻ തീരുമാനിക്കും. അതിൽ താര ഇടപെടേണ്ട കാര്യമില്ല. മനസ്സിലായോ? തനിക്ക് ആവശ്യമുള്ളത് മൊത്തം കഴിച്ചിട്ട് ഇവിടെ നിന്ന് എണീറ്റാ മതി. അനന്തുവേട്ടാ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ഞാൻ ഞാൻ പിന്നെ കഴിച്ചോളാം അനന്തുവേട്ടാ. എനിക്ക് ശരിക്കും വിശക്കണില്ല. ജാനകി, ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ടോ അതോ ഞാൻ ഇനി വാരി തരണോ? വേണ്ട അനന്തുവേട്ടാ, ഞാൻ ഞാൻ കഴിച്ചോളാം. എന്നാ കഴിക്കാൻ നോക്ക്.